ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയ ആരുടെ പിൻബലത്തോടുകൂടിയ താനിതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. താൻ കളിക്കുന്നത് പ്രതാപവർമ്മയുടെ കോർട്ടിൽ കയറിയ. ആ കളി എത്ര ഭീകരമായിരുന്നെന്ന് താൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആയ ഊട്ടിയോ കൊടൈക്കനാലോ ഒന്നും അല്ല. ഇവിടെ റൊമാൻസ് ഒന്നും പറ്റില്ല. ഇത് പോലീസ് സ്റ്റേഷനാ, പോലീസ് സ്റ്റേഷൻ. ഇതെന്റെ വൈഫാണ് സാർ. സാറിന്റെ വൈഫ് കരയുന്ന കണ്ട സാറ് ആശ്വസിപ്പിക്കില്ലേ? എന്റെ വൈഫ് കൊലപാതകവും ചെയ്തിട്ടില്ലല്ലോ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഋതിയെ ജാമ്യത്തിൽ ഇറക്കാൻ വന്ന. ജാമ്യം തരാനുള്ള വകുപ്പൊന്നും ഈ കേസിൽ ഇല്ല വക്കീലേ. ഇത് കരുതിക്കുട്ടിയുള്ള ഒരു കൊലപാതകമല്ലേ? ഋതിക ആരെയും കൊന്നിട്ടുമില്ല, കൊല്ലുകയില്ല. നിങ്ങൾ അങ്ങനല്ലേ പറയൂ. നിങ്ങൾ അക്യൂസ്ഡ് പേഴ്സന്റെ ഹസ്ബൻഡ് അല്ലേ? വക്കീലേ, ജാമ്യത്തിന് ശ്രമിക്കണ്ട. അത് കിട്ടുന്ന കാര്യം അത്ര എളുപ്പമല്ല. ചാർജ് ഷീറ്റ് എഴുതിയോ? വാട്ട് ഇസ് ദ ചാർജ് അഗൈൻസ്റ്റ് ദ അക്യൂസ്ഡ്? ഇത് കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകം തന്നെ. മർഡർ നടത്തിയതിന്റെ പ്രധാന തെളിവായ ഗൺ. അത് സ്മെൽ ചെയ്ത ഡോഗ് എത്തിയത് ഋതിയുടെ അടുത്താണ്. അതുപോലെ കൊലപാതകം നടത്തിയതിനുള്ള ചാർജായ BNS 103 ഗൺ കാട്ടിലേക്ക് എറിഞ്ഞ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് IPC 232. പോരെ വക്കീലെ? ഗൺ ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് കൂടി മാച്ചായ എവിഡൻസ് ആക്ട് പ്രകാരം 27. ഒരു ഇരട്ട ജീവപര്യന്തം ഉറപ്പാണല്ലോ വക്കീലെ. ഇത് കരുതിക്കൂട്ടി ഋതികയെ കുറ്റക്കാരിയാക്കുന്നതാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും മിസ്റ്റർ ഇൻസ്പെക്ടർ. വക്കീൽ ഈ നാട്ടിലൊന്നും അല്ലേ വക്കീലെ ജീവിക്കുന്നേ? എന്റെ വക്കീലെ, അരിയാഹാരമൊക്കെ ആളുകൾ നിർത്തി. അരിയും ഗോതമ്പും ഒക്കെ കാർബോഹൈഡ്രേറ്റാ, ഷുഗർ ഉണ്ടാവും. ഒരു കാര്യമേ ഞങ്ങൾക്ക് ഉറപ്പായി. എന്താ? നിങ്ങൾക്ക് ഈ കേസിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. അത് വ്യക്തമല്ലേ? ഈ ഓഫീസറെ എനിക്ക് നേരത്തെ അറിയാം. ഇയാള് മറ്റു ചിലരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ കയറിയ ആരുടെയോ കോടാലിയ. ഷട്ട് അപ്പ്. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ ഭാര്യയെ ജയിലിൽ അടയ്ക്കണമെന്നത് ആരുടെ അത്താഴ വിരുന്നില് കൈക്കൊണ്ട തീരുമാനമാണ് സാർ. ഇനി നീ ഇവിടെ നിന്ന് ചെലച്ചാ നിന്നെ പിടിച്ച് ഇതിനകത്തിടേണ്ടി വരും. കേട്ടാ? ഋതിക കുറ്റം ചെയ്തിട്ടില്ലെന്നും കുറ്റം ചെയ്യില്ലെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അവളെ ജാമ്യത്തിൽ വിടണം. This is not a recommendation. It is an order from the minister. I am sorry, sir. ഇത് പ്രോട്ടോകോൾ ലംഘനമൊന്നുമല്ല. സാറിനെ പോലൊരു വലിയ മനുഷ്യനോട് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്, സാർ. എന്റെ പേര് താൻ ദുഃഖിക്കാൻ കരയൊന്നും വേണ്ട. കാര്യം പറഞ്ഞാൽ മതി. സാറേ, സാറ് റൂളിംഗ് പാർട്ടിയുടെ മിനിസ്റ്ററൊക്കെയാ. പക്ഷേ ഇങ്ങനൊരു ഓർഡർ ഇടാൻ സാറിന് അധികാരമില്ല. എന്താണ് പറഞ്ഞത്? അയ്യോ, സാറ് ചൂടാവില്ലേ? എനിക്ക് സാറിന്റെ ഓർഡർ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വേണ്ട. തനിക്ക് മുകളിലുള്ളവരും ഉണ്ടല്ലോ ഈ ഡിപ്പാർട്ട്മെന്റില്. ഞാൻ അവരെ വിളിച്ചോളാം. സാർ എടുത്തുകാടി ഒന്നും ചെയ്യേണ്ടെന്നാ എന്റെ അഭിപ്രായം. എനിക്കിപ്പോ തന്നെ ഒത്തിരി കോൾസ് വരുന്നുണ്ട്. സാറ് മോളെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്നു എന്നറിഞ്ഞ സാറിന്റെ ഇമേജിനെ അത് ബാധിക്കും. നിർത്തോ തന്റെ അധിക പ്രസംഗം. എന്റെ ഇമേജിനെ കുറിച്ച് ഓർത്ത് തനിക്ക് ടെൻഷനൊന്നും വേണ്ട.
അത് നോക്കാൻ എനിക്കറിയാം. തനിക്ക് എന്റെ ഓർഡർ പാലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാ എനിക്കറിയേണ്ടത്. ഐ എം എക്സ്ട്രീംലി സോറി സാർ. അത് പാലിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. സാർ ചിലപ്പോ എന്നെ രക്ഷിച്ചേക്കാം, പക്ഷേ മീഡിയ എനിക്ക് പേടിയാണ് സാർ. ഇപ്പൊ തന്നെ പലതരം ഗോസിപ്പുകളും പ്രചരിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ജഗന്നാഥൻ കൊലപാതകിയായ ഋതികയുടെ അമ്മയുടെ മുൻ കാമുകനാണെന്നും പ്രതിയുടെ ബയോളജിക്കൽ ഫാദറായ ജഗന്നാഥനോടുള്ള പകയാണ് ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്ന പ്രചരിക്കുന്നത്. അമ്മയുടെ ജാരനോടുള്ള പകയാണ് ഈ മർഡറിനുള്ള മോട്ടീവ്. നിർത്തോ തന്റെ ധിക്കാരം. ആരോട് തനിക്ക് നിനക്കുള്ള ധൈര്യം തന്നത്? ആരുടെ സപ്പോർട്ടോട് കൂടിയാണോ താൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? സർ, ഇത് നിയമമാണ്. ഇത് നിയമമല്ല, ഇത് വ്യക്തി വൈരാഗ്യമാണ്. താൻ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുക. ആരുടെ പിൻബലത്തോടു കൂടിയാ താൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. താൻ കളിക്കുന്നത് പ്രതാപവർമ്മയുടെ കോർട്ടിൽ കയറിയാ. ആ കളി എത്ര ഭീകരമായിരുന്നെന്ന് താൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. താൻ മാപ്പ് ചോദിച്ചുകൊണ്ട് എന്റെ കാലെ വന്ന് വീഴുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ജാമ്യം ചോദിച്ചു വന്നത് ഒരു കുറ്റവും ചെയ്യാത്ത എന്റെ മകൾക്ക് വേണ്ടിയാ. അവളെ എങ്ങനെ ഇവിടെ നിറക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. നീ കരുതിയിരുന്നോ എന്റെ മകളെ ഹരാസ് ചെയ്യുകയോ അവളുടെ ദേഹത്ത് ഒരു പോറിലേൽപ്പിക്കുകയോ ചെയ്താൽ നിന്നെയും കത്തിക്കും, നിന്റെ വംശ പരമ്പരയും കത്തിച്ചളയും ഞാൻ. മനസ്സിലാവടാ സർക്കിൾ ഇൻസ്പെക്ടറെ. തന്റെ നാശം ഇന്നു മുതൽ തുടങ്ങി. താൻ ചെവിന്നുള്ളിക്കോ. ഈ കളി നീതിയും അനീതിയും തമ്മില. തന്നെ ഞങ്ങൾ എവിടെ എത്തിക്കുമെന്ന് താൻ കാത്തിരുന്ന് കണ്ടോ. ഋതു ധൈര്യമായിട്ടിരുന്നോ, ഒന്നും പേടിക്കണ്ട. ഞാൻ പുറത്തു തന്നെ ഉണ്ടോ. രാജു, അച്ഛനും ഭർത്താവും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങ് പോയി. എന്നാ പിന്നെ നിന്നെ എങ്ങനെ കരയിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അകലേ